എംബാപ്പേ പോയി കളിക്കാമോ? എംബാപ്പേ അങ്ങത്തെ ഫ്രഞ്ച് ടീമില്ല ഒരു അതെ KT ജലീൽ ഭയങ്കര സംഭവമായേക്കുക. വിദ്യാർത്ഥിയോട് പെരുമാറിയത് അധ്യാപകൻ എന്ന നിലയിലാണ്. മുൻകൂർ ജാമ്യത്തിന് പോകില്ല, ജയിലിൽ അടയ്ക്കട്ടെ. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ഈ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തു ഇതില് അയാൾ ഇതിനെ വിളിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊന്ന് ഇനി ഒന്ന് കാണിച്ചിട്ട് വിട്ടു. അതൊക്കെ ആ പ്രായക്കാരുടെയൊക്കെ ഈ മമ്മൂട്ടിയെ ചില സമയത്ത് ഈ തടിയാന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു, കഷണ്ടി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഇവരുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ ഭയങ്കര സില്ലിയാണ്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനൊക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് അയാളോട് പറഞ്ഞു കൊടുക്കാം, എടേ ഇതെങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇവരൊക്കെ കഴിഞ്ഞതാ. ഇവരുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സീൻസ് ഒന്നും വലിയ സീനൊന്നും അല്ല. അതിന് ബാലാവകാശ കമ്മീഷൻ, ഓക്കെ, ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ബാലാവകാശ കമ്മീഷനിലേക്ക് നിരന്തരം പരാതികളുമായി നമ്മൾ പല കാരണത്താൽ വരുന്നതായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് പിള്ളേരുടെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഒരുപാട് കംപ്ലയിൻസ്, ഇങ്ങനത്തെ ഒന്നും അല്ല, ഇതിലും കിട്ടിലും കംപ്ലയിൻസ് തരാം, എല്ലാം എടുക്കണം. അതായത് നന്നായി അറിഞ്ഞത്, ഇതുപോലൊരു വാർത്തയിലൂടെയാണല്ലോ നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അറിഞ്ഞ നന്നായി, ഇല്ലെങ്കിലേ അത് മനസ്സിലാകത്തില്ല. അല്ല, എന്തൊരു ആവേശം വയ്ക്കണേ. ഇത് കണ്ടാ അറിയാം അതെന്താ നടന്നതെന്ന്. പിള്ളേർക്ക് പോലും മനസ്സിലായില്ല. അതൊരു ഭയങ്കര അപമര്യാദയാണ്. ഇവിടെ പിള്ളേരെ അങ്ങോട്ട് കംപ്ലൈന്റ് കൊടുത്താൽ എത്ര എടുക്കുമെന്ന് കാണണം. എംബാപ്പേ പോയി ചൊല്ലാമോ? അപ്പൊ അങ്ങനെ KT ജലീലിനൊക്കെ ഒരു ഗുണം ഉണ്ടായെന്ന് കരുതിയാൽ മതി. ഇനി പിള്ളേർക്ക് കൊള്ളാം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. സ്കൂളിലോ അല്ല എവിടെയാണേലും കുട്ടികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കുക. ഹരാസ്മെന്റ്സോ അല്ലെ ബുള്ളിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങൾ, റാഗിങ് പോലത്തെ എന്തെങ്കിലും കേസുകളുണ്ടായാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ പേരൻസിന്റെ ഭാഗത്തുനിന്നോ സീനിയേഴ്സോ നാട്ടുകാരോ ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണം. അത് കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ആരും കുട്ടികളെ ഒരു മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതായിരിക്കില്ല. അതിന് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന പേരിലുള്ള നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് വേണ്ട നടപടികൾ എടുക്കാൻ ഈ ബാലാവകാശ കമ്മീഷനെയും ചൈൽഡ് ഹെൽപ്പ് ലൈനിനെയും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഞാൻ സ്കൂളുകളിലൊക്കെ, തിരുവല്ല ഭാഗത്തുള്ള സ്കൂളുകളിലൊക്കെ അടുത്ത് തന്നെ ഈ ട്രസ്റ്റിന്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓൾ കേരള ഒന്നും നമ്മൾ എടുക്കാൻ അത്രയ്ക്കും കൂടെ പറ്റിയില്ലെങ്കിൽ പോലും ഫോൺ ചെയ്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. മാത്രമല്ല നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വോളണ്ടിയേഴ്സിനെ കണ്ടെത്താനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്കൊക്കെ നമുക്ക് കുറച്ച് കോളുകൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ബാലാവകാശ കമ്മീഷനിൽ ഒരുപാട് പരാതികൾ കൊടുക്കാറുണ്ട്. ഈ ഒരു ഒറ്റ പരാതി മതി, അല്ലെ ഇങ്ങനെ ഒരു കേസൊക്കെ അവർ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ചെയ്ത പോലെ അല്ല പലയിടത്തും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതിന് ഇനി നമുക്ക് ഒരുപാട് കേസ് ഈ ബാലാവകാശ കമ്മീഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന ഒരു മെസ്സേജാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇതത്ര സിവിയർ ആയിട്ടുള്ളൊരു കേസല്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇത്ര ചെറിയ കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഇത്ര കൃത്യമായ നടപടികളൊക്കെ എടുത്ത സ്ഥിതിക്ക് ഇനി കുട്ടികളെല്ലാവരും കണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല, അറിയത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ പേജിൽ മെസ്സേജ് അയക്കുക. ഫേസ്ബുക്ക് പേജിൽ ചെകുത്താൻ 2024 എന്നൊക്കെ പറഞ്ഞ പേജുകളുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ നേരിട്ട പ്രശ്നം എന്താണെന്ന് അതിൽ മെസ്സേജ് അയക്കുക, ഫോൺ നമ്പർ ഇടുക. അത് ഇനിയിപ്പോൾ പേരൻസിനാണ് പറയാനുള്ളത്. സ്കൂൾ കുട്ടികളുടെ കേസിൽ പേരൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ ഇടപെട്ട് കാണിച്ചു തരാം. ഇനി സ്കൂളിന് നേരിട്ടാണെങ്കിൽ നേരിട്ട്, ഫോണിലൂടെ പോലീസ് കേസോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ നോക്കിക്കോളും. പരാതിപ്പെടേണ്ട രീതികളും പരാതിപ്പെടേണ്ട ആളുകളും ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. ഞാനത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. രണ്ടു കൂട്ടർക്കും വലിയ പ്രശ്നമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് പ്രശ്നമുള്ള ആളാണെങ്കിൽ അയാളുമായി നമ്മൾ പ്രശ്നത്തിലാവുകയും ചെയ്യും. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സ്കൂളിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വീഡിയോ കാണുന്ന ആളുകളല്ല എൻ്റെ. പക്ഷേ നിങ്ങളെ സഹോദരങ്ങളോ അല്ലെ സുഹൃത്തുക്കളോ അല്ലെ വേണ്ട ഈ കൊച്ചു പിള്ളേരൊക്കെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു മെസ്സേജ് അയച്ചാൽ മതി. ആ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും.